നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വാർത്താ ലിങ്ക് എത്ര വേഗം അപ്രത്യക്ഷമാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത സഹയോഗ് എന്ന ഡിജിറ്റൽ സംവിധാനത്തെക്കുറിച്ച് ദ വയർ എന്ന പോർട്ടൽ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ നീക്കം ചെയ്യാൻ ഗവൺമെന്റിന് അമിത വേഗതയിൽ സഹായിക്കുന്ന ഈ ആപ്പിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. എന്താണ് സഹയോഗ്? ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ആണ് സഹയോഗ് പോർട്ടൽ വികസിപ്പിച്ചെടുത്തത്. ഇതിന്റെ ലക്ഷ്യമായി പറയുന്നത് നിയമവിരുദ്ധമായ ഓൺലൈൻ ഉള്ളടക്കങ്ങൾ വേഗത്തിൽ നീക്കം ചെയ്യുക എന്നാണ്. എന്നാൽ ഇതിന്റെ പ്രവർത്തന രീതി പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥ ആശങ്കകൾ ഉയരുന്നത്. ദി വോയർ റിപ്പോർട്ട് പ്രകാരം IT നിയമത്തിലെ സെക്ഷൻ 79(3)B പ്രകാരമാണ് ഈ പോർട്ടൽ പ്രവർത്തിക്കുന്നത്. അതായത് ഗവൺമെന്റ് ഒരു ഉള്ളടക്കം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലഭിച്ചിട്ടുള്ള നിയമപരമായ സുരക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ അവർ അത് ഉടനടി നീക്കം ചെയ്യണം. ഈ പോർട്ടലിലെ ഏറ്റവും വലിയ സൗകര്യമായി പറയുന്നത് ഇതിലെ ബൾക്ക് അപ്ലോഡാണ്. അതായത് നേരത്തെ പോലീസിന് ഓരോ ലിങ്കായി പരിശോധിച്ച് നടപടി എടുക്കണമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ബൾക്കായി ലിങ്കുകളോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ പോസ്റ്റുകളോ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രവുമല്ല അതിവേഗം ഇതിൽ FIR രജിസ്റ്റർ ചെയ്യാനും സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. പോലീസിനും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ അളവിലുള്ള ഉള്ളടക്കങ്ങൾ സെൻസർ ചെയ്യാൻ ഈ പോർട്ടൽ വഴിയൊരുക്കുന്നു. ഇതിൽ അതിവേഗം FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതിലൂടെ ഒരു ഓൺലൈൻ പോസ്റ്റിനടിയിൽ ഒരാൾ ഇട്ട അയാളുടെ അഭിപ്രായ പ്രകടനം അതിവേഗം തന്നെ ക്രിമിനൽ കുറ്റമായി മാറുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇതിനെ ഡിജിറ്റൽ സെൻസർഷിപ്പ് എന്ന് വിളിക്കുന്നത്? പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഏതുതരം പോസ്റ്റുകളാണ് നീക്കം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവില്ല. ഗവൺമെന്റ് നയങ്ങളെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെയും ആക്ടിവിസ്റ്റുകളുടെയും പോസ്റ്റുകൾ ദേശവിരുദ്ധം എന്ന ലേബലിൽ നീക്കം ചെയ്യപ്പെടാൻ ഇത് സാധ്യതയുണ്ടാക്കുന്നു. ഉള്ളടക്കം നീക്കം ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് തന്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം ലഭിക്കുന്നില്ല. കർണാടക ഹൈക്കോടതിയിൽ എക്സ് പ്ലാറ്റ്ഫോം ഈ പോർട്ടലിനെതിരെ ഹർജി നൽകിയെങ്കിലും ഇതൊരു ഫെസിലിറ്റേഷൻ മെക്കാനിസം മാത്രമാണെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത്. എന്നാൽ ഈ ഫെസിലിറ്റേഷൻ അമിതമായ അധികാര പ്രയോഗമായി മാറുന്നു എന്നാണ് ദി വയർ ചൂണ്ടിക്കാണിക്കുന്നത്. സാങ്കേതിക വിദ്യ വളരുമ്പോൾ കുറ്റകൃത്യങ്ങൾ തടയേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അത് സാധാരണക്കാരന്റെ അഭിപ്രായ പ്രകടനത്തിന് കൂച്ചുവിലങ്ങിട്ടുകൊണ്ടാകരുത്. സഹയോഗ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് സുരക്ഷയ്ക്കാണോ മുൻഗണന നൽകുന്നത് അതോ ശബ്ദങ്ങളെ അടിച്ചമർത്താനാണോ നോക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം.